CPI നേതാവ് ആനി രാജ പ്രതികരിക്കാൻ. ആനി രാജ, കേജ്രിവാളിന്റെ ജാമ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങനെ പ്രതിഫലിക്കാൻ പോകുന്നു? തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പിന് എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് തന്റെ തീരുമാനങ്ങൾക്കും തന്റെ നയങ്ങൾക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരായി പ്രതികരിക്കുന്ന, അതിനെ എതിർക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്നതിനും, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ, അവരുടെ നേതാക്കളെയൊക്കെ തന്നെ ഇത്തരം ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ നിശബ്ദരാക്കുകയും ജയിലിലടയ്ക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അവരെ വേട്ടയാടുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരം ഒന്നിനേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഒരു ഇടക്കാല ജാമ്യമാണെങ്കിൽ പോലും ഇന്ന് സുപ്രീം കോടതി ശ്രീ കേജ്രിവാളിനെ അനുവദിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ച ഇത് തീർച്ചയായും ഒരു ജനാധിപത്യ പ്രക്രിയ, ഈ രാജ്യം അടുത്ത 5 വർഷക്കാലത്തേക്ക് ആര് ഭരിക്കണം, അതിന്റെ നയം എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടെ അതിന്റെ പകുതി കടന്നു നിൽക്കുമ്പോൾ വന്ന ഈ തീരുമാനം, കോടതിയുടെ ഈ ഉത്തരവ്, അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതികരണം, അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രീതിയിൽ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശബ്ദമുയർത്തുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള നരേന്ദ്രമോദി ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ തന്ത്രം ജനങ്ങൾ കുറെ കൂടി തിരിച്ചറിയാൻ പോവുകയാണ് ഇതോടുകൂടി. അതോടൊപ്പം തന്നെ ഈ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം എന്താണ് എന്നുള്ളത്, അതും ജനങ്ങളുടെ മുന്നിൽ, ആ ഇലക്ട്രൽ ബോണ്ട് വിഷയം വളരെ വ്യക്തമായി വന്നതോടെ രാജാവ് നഗ്നനാണ് എന്നൊരു കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞ രീതി ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നാ ഖാവുങ്കി നാ ഖാനെ തൂക്കി എന്ന് പറഞ്ഞ അധികാരത്തിലേറെ പ്രധാനമന്ത്രി സത്യത്തിൽ എന്താണ് എന്നുള്ളതും ജനത്തിന്റെ മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി തീർച്ചയായും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ റിസൾട്ടിലൊക്കെ പ്രതിഫലിക്കും. പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുകൂലമായി, ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. വളരെ നന്ദി ശ്രീമതി ആനി രാജ പ്രതികരിച്ചതിന്.